നമസ്കാരം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ബർത്ത്ഡേ വരുന്നതിന് ഇത്രയധികം സന്തോഷം, അല്ലെങ്കിൽ എന്തിനാണ് അത് ആഘോഷിക്കുന്നത്? ഓരോ വയസ്സ് കടന്നു പോവുകയല്ലേ, വയസ്സ് കൂടുകയാണല്ലോ, ചെറിയ കുട്ടിയൊന്നല്ലല്ലോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനെന്ന്. പക്ഷേ എപ്പോഴും ബർത്ത്ഡേ വരുമ്പോൾ ഞാനൊരു സ്കൂൾ കാലം ഓർക്കാറുണ്ട്. സ്കൂളിൽ എല്ലാവരും ഇങ്ങനെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ എനിക്കും എൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കണമെന്ന് മോഹമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ളത് 32 സ്റ്റുഡൻസ് ആണെങ്കിൽ 32 പിള്ളേർക്കും ചോക്ലേറ്റ് കൊടുക്കണം, അതുപോലെ ടീച്ചേഴ്സിനും ചോക്ലേറ്റ് കൊടുക്കണം. അന്ന് 32 പിള്ളേർക്ക് മിഠായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 25 പൈസയുടെ മിഠായിയാണ്. അപ്പോൾ 1 രൂപയ്ക്ക് 4 കിട്ടും. അങ്ങനെ 10 രൂപയ്ക്ക് 40 മിഠായി കിട്ടും. ആ 40 മിഠായി കൊണ്ട് എൻ്റെ ക്ലാസ്സിലുള്ളവർക്കും ടീച്ചേഴ്സിനും കൊടുക്കാറുണ്ട്. പക്ഷേ ടീച്ചേഴ്സിന് 50 പൈസയുടെ മിഠായി വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഓരോ ടീച്ചേഴ്സ് 2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ടെൻഷനാണ്, എല്ലാവർക്കും തികയുമോ ഇല്ലയോ എന്നൊക്കെ. അതായത് അന്ന് 10 രൂപ 12 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബർത്ത്ഡേ സുഖമായി സ്കൂളിൽ ചോക്ലേറ്റൊക്കെ കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സാമ്പാർ കഷ്ണം വാങ്ങിക്കാനൊക്കെ 10 രൂപയും 20 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴെല്ലാം മാറി. കുട്ടികളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 4000-5000 രൂപ വേണം. പണ്ടത്തെ കാലത്ത് 20-25 രൂപയ്ക്ക് പച്ചക്കറിയും 10-15 രൂപയ്ക്ക് ചോക്ലേറ്റും ഏകദേശം ഒരു 50 രൂപയ്ക്കുള്ളിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ നമുക്ക് കേമമായി നടത്താം. പക്ഷേ ഇപ്പോൾ അത് 5000 രൂപയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് എനിക്കങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നും മറ്റുള്ളവരുടെ ബർത്ത്ഡേ ഒക്കെ ഞാൻ നന്നായി ഓർത്ത് വയ്ക്കാറുണ്ട്. ബർത്ത്ഡേക്ക് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് സ്കൂളിൽ ചോക്ലേറ്റ് കൊടുക്കുന്ന ആ ഒരു സീനും ആ ഒരു മെമ്മറീസുമാണ്. അതുകൊണ്ട് ഞാൻ ബർത്ത്ഡേ എല്ലാ കൊല്ലവും ആഘോഷിക്കും. അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഉള്ള സമയം ബർത്ത്ഡേ നമ്മുടെ ഓരോ വയസ്സ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് അതിൽ ഓരോ വയസ്സ് കൂടുന്തോറും മരണത്തിലേക്കുള്ള അകലം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉള്ള സമയം എല്ലാം സെലിബ്രേറ്റ് ചെയ്യുക. ബർത്ത്ഡേ അതുപോലെ മറ്റു ഉള്ളവരുടെ ബർത്ത്ഡേയും എല്ലാം സെലിബ്രേറ്റ് ചെയ്ത് ഓർക്കാനായിട്ട് എന്തെങ്കിലും നമ്മൾ വെച്ചിട്ട് പോവുക. അടുത്ത കൊല്ലത്തേക്ക് ആരുണ്ടാകുമെന്നോ. ഇപ്പോൾ എല്ലാവരും 50-ന് മുകളിലും വയസ്സ് തികയ്ക്കുന്നത് വളരെ കുറവാണ്. പണ്ടൊക്കെ ആൾക്കാർ 80-90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ആരാണ് 80-90 വയസ്സൊക്കെ ഈ ജനറേഷനിലുള്ളവർ ജീവിച്ചിരിക്കുന്നത്? 50-ന് മുകളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ട് ഉള്ള ബർത്ത്ഡേ വയസ്സ് എത്രയോ കൂടുന്തോറും സെലിബ്രേറ്റ് ചെയ്യും, എൻജോയ് ചെയ്യും.